me Rahul. Welcome to Rich Chat Talks. Okay, നമുക്ക് മന്ത്ലി ഡേ ഫോർത്ത് ഡേ അനാലിസിസിലോട്ട് പോകാം നേരെ നിഫ്റ്റിയുടെ. സോ ഞാൻ ഇന്നലെ നിഫ്റ്റി ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമുക്ക് ആ ഒരു വ്യൂ നോക്കിയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ആക്ച്വലി ഇതായിരുന്നു നിഫ്റ്റിയുടെ ഇതായിരുന്നു. ഓക്കെ, യെസ് യെസ് 2 ജൂൺ ലാസ്റ്റ് ക്യാൻഡിൽ ഇതായിരുന്നു. ഇതും 3 ജൂൺ ആണ്. അപ്പൊ 3 ജൂൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മുകളിലോട്ട് ബ്രേക്ക് ചെയ്യാൻ നിഫ്റ്റി ഇത് മുകളിലോട്ട് പോയി T1 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി അറിയാം. ഈ ട്രെൻഡ് ലൈൻ താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി 24,500 ഈ ഇത് താഴെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടാർഗറ്റ്, ഈ ഒരു സപ്പോർട്ട് ഇവിടെ വരെ നിഫ്റ്റി വരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിഫ്റ്റി ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തു. അപ്പം ഈ വ്യൂ ആദ്യം നമ്മളെപ്പോഴും പറയാറുണ്ട്, ആദ്യത്തെ 15 മിനിറ്റ്സ് കഴിയാതെ നമ്മളൊരു എൻട്രിയിലോട്ട് പോകരുത് എന്ന് ആദ്യം നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ 15 മിനിറ്റ്സിലെ എൻട്രി ഈ നിഫ്റ്റി ആ റൈസ് നമ്മൾ ചാടിക്കയറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോസിലോട്ട് പോകും. പക്ഷെ ഒരു 30 മിനിറ്റ് 15 മിനിറ്റ്സ് 45 മിനിറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10:45 11 o'clock-ഓടുകൂടി 9:45 10 o'clock-ഓടുകൂടി നിഫ്റ്റി ട്രെൻഡ് ലൈൻ താഴോട്ട് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയും എന്നിട്ട് നേരെ വന്നിട്ട് നമ്മുടെ ടാർഗറ്റിൽ ഒന്ന് ഹിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഡൗൺ മൂവ്മെന്റ് നിഫ്റ്റിയുടെ. ഇത് നമ്മുടെ നോ ട്രേഡിംഗ് സോൺ ആയിരുന്നു. ഇതിന്റെ മുകളിലോട്ട് പോവുകയാണെങ്കിലാണ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി ഈ മൂവ്മെന്റ് എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിഫ്റ്റി മുകളിലോട്ട് പോയി, അതായത് നിഫ്റ്റി മുകളിലോട്ട് പോയി ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി താഴോട്ട് വന്ന് ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ചൊരു മൂവ്മെന്റ് തരികയാണെങ്കിൽ അതാണ് ഈ ഒരു ഇത് ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ഉണ്ടത് ആണെങ്കിൽ മുകളിലോട്ട് പോയി നിഫ്റ്റി റൈസ് ചെയ്തു നേരെ താഴെ വന്നു, പിന്നെ ഇത് ബ്രേക്ക് ചെയ്തില്ല. അതിനർത്ഥം ഈ ട്രേഡ് നമുക്കില്ല എന്ന് ഓൾറെഡി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താഴോട്ട് വന്നു ജസ്റ്റ് മുകളിലോട്ട് പോയി പിന്നെ റിജക്ഷൻ വരികയാണ്. റിജക്ഷൻ വന്നു, നിഫ്റ്റി താഴോട്ടുള്ള മൂവ്മെന്റ് നമുക്കപ്പം ക്യാച്ച് ചെയ്യാൻ കഴിയും. ബട്ട് ഇന്നലെ ഓൾ ഓവർ ഒരു അൺസർണിറ്റി ഉള്ളൊരു ഗ്ലോബൽ ഇഷ്യൂസ് കാരണം നല്ല വോളറ്റൈൽ ആയിരുന്നു മാർക്കറ്റ്. നോർമൽ ട്രേഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ഓപ്ഷൻ ബയ്യറിന് ഭയങ്കര ബുദ്ധിമുട്ടായ മാർക്കറ്റായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. സോ അനാലിസിസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് നേരെ നാളത്തെ ഇതിലോട്ട് പോകാം. ഓക്കെ, നാളത്തെ അനാലിസിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഓൾറെഡി വേണമെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് റിമൂവ് ചെയ്യാം, എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ. ഓക്കെ, ഓൾ റിമൂവ്ഡ്. 1 മന്തിലോട്ട് തന്നെ ആദ്യം പോവാം. 1 മന്ത്. ഓക്കെ, മന്ത്ലി നിഫ്റ്റി ലാസ്റ്റ് മന്തിന്റെ താഴെയാണ് നിൽക്കുന്നത്. സോ നിഫ്റ്റി ഇതിന്റെ താഴെ ക്ലോസ് ചെയ്യുന്നവരെ നമുക്ക് മന്ത്ലി ഒരു ഡൗൺ ട്രെൻഡും ഒരു നെഗറ്റീവ് നിഫ്റ്റി പറയാൻ കഴിയില്ല. ബട്ട് നമുക്ക് ഇൻട്രാഡേയിൽ എന്താണ് നമുക്ക് ജസ്റ്റ് നോക്കാം. വീക്കിലിയിൽ നോക്കിക്കഴിഞ്ഞാൽ വീക്കിലിയില് നിഫ്റ്റി ലാസ്റ്റ് വീക്കിന്റെയും താഴെ ഓപ്പണായി താഴെ തന്നെ ക്ലോസ് ആയിട്ടുണ്ട്. സോ വീക്കിലിയിൽ നിഫ്റ്റി നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ സോ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിടാം. ഓക്കെ, ഇതൊരു മേജർ സപ്പോർട്ടാണ് നിഫ്റ്റിയുടെ. ഇത് ഈ നിഫ്റ്റി സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത് ഒരു മേജർ സപ്പോർട്ടാണ്. ഡെയിലി കാണിച്ചു തരാം. ഇത് നിഫ്റ്റിയുടെ ഒരു മേജർ സപ്പോർട്ടാണ്. എത്ര വട്ടം നിഫ്റ്റിയുടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്? 1 2 3 4 5. സോ നിഫ്റ്റിയുടെ ഒരു മേജർ സപ്പോർട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്കൊരു ട്രെൻഡ് ലൈൻ ഞാൻ ഇന്നലെ വരച്ചിട്ടുണ്ടായിരുന്നു. ട്രെൻഡ് ലൈൻ ജസ്റ്റ് നമുക്കൊന്ന് വരക്കാം. സോറി. ഓക്കെ, നിഫ്റ്റി ട്രെൻഡ് ലൈൻ ഓൾറെഡി ബ്രേക്ക് ചെയ്താണ് നിൽക്കുന്നത് അല്ലേ? യെസ്, നിഫ്റ്റി ട്രെൻഡ് ലൈൻ ഓൾറെഡി ബ്രേക്ക് ചെയ്താണ് നിൽക്കുന്നത്. ഒരു ഷോർട്ട് ടൈം നോർമലി ഞാൻ ഇൻഡിക്കേറ്റർ ഒന്നും യൂസ് ചെയ്യാറില്ല, എന്നാലും ഒരു ഷോർട്ട് ടൈം ഇതിൽ നിഫ്റ്റി നിൽക്കുന്നത് 20 ഡേ മൂവിങ് ആവറേജിന്റെ താഴെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നിഫ്റ്റി നമുക്ക് ജസ്റ്റ് ഇങ്ങനൊരു പ്ലാൻ ജസ്റ്റ് നമുക്ക് ഒന്ന് നോട്ട് ചെയ്തിടാം. നിഫ്റ്റി നാളെ ഈ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടിയാണ് നിഫ്റ്റിയുടെ 24,500 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട് നിഫ്റ്റി. ഓക്കെ, സോ T1 നമുക്ക് ഇവിടെ തന്നെ മെൻഷൻ ചെയ്യാം. T1. ബട്ട്
സ്റ്റിൽ ബുള്ളിഷ് ആണ്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഇത് ഈ ഒരു മേജർ സപ്പോർട്ടിൽ വന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വ്യൂ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബട്ട് നിങ്ങൾ നോക്കിയാൽ മതി, നിഫ്റ്റി ലാസ്റ്റ് ഏതൊക്കെ ദിവസങ്ങളിൽ നിഫ്റ്റി ഈ ഏരിയയിൽ വന്നിട്ടുണ്ടോ, ഇവിടെ വന്നിട്ടുണ്ടോ, അവിടെ നിന്നെല്ലാം നെക്സ്റ്റ് ഡേ നിഫ്റ്റി ഒരു അപ്പ് മൂവ് തന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഒരു അപ്പ് മൂവ് തന്നിട്ടുണ്ട്. ടച്ച് ചെയ്തു, നെക്സ്റ്റ് ഡേ ഒരു അപ്പ് മൂവ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നിഫ്റ്റി നാളെ അപ്പം ഇങ്ങനൊരു മൂവ്മെന്റിന് ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അപ്പം നിഫ്റ്റി നാളെ ഇങ്ങനൊരു മൂവ്മെന്റ് നടത്തുകയാണെങ്കിൽ നമുക്ക് എവിടുന്ന് ട്രേഡ് വരും? നമുക്ക് ട്രേഡ് വരുന്നത് നമ്മുടെ ഈ ട്രെൻഡ് ലൈനിന്റെ മുകളിൽ നിഫ്റ്റി കയറി നിഫ്റ്റി ഈ ട്രെൻഡ് ലൈനിന് സപ്പോർട്ട് എടുത്ത് ഒരു മൂവ്മെന്റ് തരികയാണെങ്കിൽ നമുക്ക് നാളെ നിഫ്റ്റിയിൽ മുകളിലോട്ടുള്ള മേജർ ടാർഗറ്റ് ആയിട്ടുള്ളത് ഓക്കെ 24,800 മുകളിൽ പോവുകയാണ്. ഇല്ലെങ്കിൽ വൺ ഹവറിലിടാം നിഫ്റ്റി. നമുക്ക് വൺ ഹവറിലിടാം നിഫ്റ്റി. അപ്പം ഇതിന്റെ മുകൾ ഈ ഏരിയയിൽ നമുക്ക് എന്തായാലും ട്രേഡ് ഇല്ല. ഇതിന്റെ മുകൾ 24,896 അത് 800 മുകളിൽ പോവാണ്. 900 മുകളിൽ പോവാണെങ്കിൽ മാത്രമേ നമുക്ക് നാളെ ഒരു ട്രേഡ് ഉണ്ടാകത്തുള്ളൂ, ഒരു ഡയറക്ഷണൽ ട്രേഡ് ഉണ്ടാകത്തുള്ളൂ. സ്കാൽപ്പിംഗ് നമുക്ക് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം വരെ സ്കാൽപ്പ് ചെയ്യാം. ബട്ട് ഒരു ഡയറക്ഷണൽ ട്രേഡ് ചെയ്യണമെങ്കിൽ 24,800 മുകളിൽ നിഫ്റ്റി സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ നിഫ്റ്റിക്ക് നാളെ നമുക്ക് ട്രേഡ് ഇല്ല. സോ നിഫ്റ്റി ഫസ്റ്റ് വ്യൂ ആയിട്ട് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് സ്ട്രാറ്റജി ഉണ്ട്. നിഫ്റ്റിക്ക് ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി നാളെ ഇത് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതും സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഒരു മൂവ്മെന്റ് വരണം. ഓക്കെ, താഴോട്ട് ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് നിഫ്റ്റി കയറാൻ നോക്കി അതിൽ റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ട് വരികയാണെങ്കിൽ മാത്രമേ മൂവ്മെന്റ് ഉള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ ട്രാപ്പിലാവും നമ്മൾ മുകളിലോട്ട് പോകും, തിരിച്ച് അതിന് മുകളിൽ സപ്പോർട്ട് എടുക്കാതെ താഴോട്ട് തന്നെ വന്നു ഈ ഒരു മൂവ്മെന്റ് പിന്നെ നിഫ്റ്റി കാണിക്കും. പിന്നെ നിഫ്റ്റി ഒരു ഡബിൾ ബോട്ടം ഇവിടെ എടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ വെച്ചിട്ട് നിഫ്റ്റി നാളെ ഇവിടുന്ന് ഒരു അപ്പ് മൂവ്മെന്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുണ്ടെങ്കിൽ തന്നെ ഈ ട്രെൻഡ് ലൈനിന്റെ മുകളിൽ കയറിയാലേ നമുക്ക് മുകളിലോട്ടൊരു ഇത് വ്യൂ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് നിഫ്റ്റിക്ക്, അതും നിഫ്റ്റി ബ്രേക്ക് ചെയ്താണ് നിൽക്കുന്നത്. ഓക്കെ, നിഫ്റ്റി ഈ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് ഇന്നലെ നിന്നിരുന്നത്. അപ്പം ഈ ട്രെൻഡ് ലൈനിന്റെ കാര്യം ഇനി ഇല്ല, ഓൾറെഡി നിഫ്റ്റി ഈ ട്രെൻഡ് ലൈൻ ഇനി റെസ്പെക്ട് ചെയ്തില്ല. സോ ഈ ട്രെൻഡ് ലൈൻ ഇപ്പോഴും നിഫ്റ്റി റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചുണ്ടോ പിന്നെ ബ്രേക്ക് ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല, നിഫ്റ്റി താഴോട്ട് തന്നെ പോയിരുന്നു. സോ ഈ ട്രെൻഡ് ലൈനിന്റെ മുകളിൽ കയറണം നിഫ്റ്റി നാളെ ഒരു അപ്പ് മൂവ്മെന്റ് നമുക്ക് വരണമെങ്കിൽ തന്നെ. ഈ ട്രെൻഡ് ലൈന് മുകളിൽ ട്രേഡ് ചെയ്യാതെ ബുള്ളിഷ് മൂവ്മെന്റ് നമുക്ക് ഉണ്ടാകത്തില്ല. ഇത് നോ ട്രേഡിംഗ് സോൺ ആണ് നമ്മുടെ. സോ ദിസ് ഈസ് അവർ നോ ട്രേഡിംഗ് സോൺ. നോ ട്രേഡിംഗ് സോൺ. ദിസ് ഈസ് അവർ നോ ട്രേഡിംഗ് സോൺ ഫോർ ടുമാറോ. സോ ഇവിടെ നമുക്ക് ട്രേഡ് ഉണ്ടാകത്തില്ല. സോറി, ഓക്കെ. സോ ഇത് നമ്മുടെ നോ ട്രേഡിംഗ് സോൺ ആണ്. അപ്പോൾ ഇതിന്റെ താഴോട്ട് വന്നാൽ മാത്രമേ നമുക്ക് താഴോട്ടുള്ള ട്രേഡ് ഉണ്ടാകത്തുള്ളൂ. ഇതിന് മുകളിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ അപ്സൈഡ് അതിൽ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ഉണ്ടാകത്തുള്ളൂ. ഞാൻ വേറൊരു കാര്യം ചെയ്യാം. EMA, യെസ്, EMA ഇതൊരു EMA ആഡ് ചെയ്ത് കാണിച്ചുതരാം. 20 മൂവിങ് ആവറേജ് 1 day. So കാണുന്നുണ്ടല്ലോ 20 day മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി ക്ലോസ് ആയിട്ടുള്ളത്. അപ്പം നിഫ്റ്റി നമ്മൾ മുന്നോട്ട് നിഫ്റ്റിയുടെ ഒരു ബാക്ക് ടെസ്റ്റ് ഹിസ്റ്ററി എടുത്തു നോക്കുകയാണെങ്കിൽ 20 day മൂവിങ് ആവറേജ് ഏകദേശം നിഫ്റ്റി 9th ഏപ്രിലും ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയതാണ്. ബട്ട് ഇവിടെ ഇതേപോലെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു, സെന്റിമെന്റ്സ് ബോൾട്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിഫ്റ്റി വലിയൊരു അപ്പ് മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് താഴോട്ടൊരു ട്രേഡ് ഉണ്ടാകത്തുള്ളൂ. അതിന് മുന്നേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഫെബ്രുവരിയാണ് 20 മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്തത്. അല്ല, അതിന് മുന്നേ 4th ഏപ്രിലാണ് ബ്രേക്ക് ചെയ്തത്. ഇതേപോലെ ഒരു ബ്രേക്ക് തന്നിട്ട് പിറ്റേ ദിവസം നിഫ്റ്റി വലിയൊരു ഫാൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ മുന്നേ നിഫ്റ്റി 10th ഫെബ്രുവരിയും 20 മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഫാൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ മുന്നേ 3rd January 20 മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്ത് അന്നും നല്ലൊരു ഫാൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ 17 December നല്ലൊരു ഫാൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ മുന്നേ
1 October നല്ലൊരു ഫാളോ ഉണ്ടായിരുന്നു. സോ നമ്മുടെ മുന്നിലൊരു ബാക്ക് ടെസ്റ്റ്, ഒരു ഹിസ്റ്ററി, ഇങ്ങനെ 20 മൂവിങ് ആവറേജ് നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു മൂവ്മെന്റ് നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ, സോ 20 മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു ഒരു ഷോർട്ട് ടൈം പുൾ ബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ബിക്കോസ് റഷ്യ ഉക്രൈൻ വാറിൻ്റെ സിറ്റുവേഷൻ, ഗ്ലോബലിൽ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട് തന്നെ നിഫ്റ്റി ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകാനുള്ള ചാൻസ് വളരെ അധികമാണെന്ന് പറയാൻ കഴിയില്ല. ബട്ട് സ്റ്റിൽ ദ ചാൻസ് ഇസ് ദെയർ. സോ വി ഷുഡ് വെയിറ്റ് ഫോർ ദിസ് മൂവ്മെന്റ്, അതർ or else this movement. Okay, so നമ്മൾ ഈ രണ്ട് മൂവ്മെന്റിനും നാളെ വെയിറ്റ് ചെയ്യണം. ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്തത് സ്റ്റിൽ സിറ്റ് വിത്ത് പേഷ്യൻസ്. ഓക്കെ, സോ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.